ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള തമിഴ് മലയാളം വെബ് സീരീസിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന വെബ് സീരീസ് നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കാണാത്തവർ ഞാൻ ഈ പറഞ്ഞതിന് ശേഷം ഒന്ന് കണ്ടു നോക്കുക. കണ്ടവരൊക്കെ നിങ്ങൾ കണ്ട വെബ് സീരീസിൻ്റെ അഭിപ്രായം എനിക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന വെബ് സീരീസിൻ്റെ പേര് റോസ്ലിൻ എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസ് ആണ്. ഇതിന്റെ ഒരു കഥ എന്ന് പറയുന്നത്, ഈ റോസിൻ എന്ന് പറയുന്ന ഈ പെങ്കൊച്ച് സ്ഥിരമായിട്ട് സ്വപ്നത്തിൽ ഒരു ആള് കാണുന്നുണ്ട്. നല്ലൊരു പച്ചക്കണ്ണൊക്കെ ഉള്ള ഒരു 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 മനുഷ്യനെ കാണുന്നുണ്ട്. ആ ഒരു മനുഷ്യൻ ഇവരെ വീട്ടിലോട്ട് പെയിൻ ഗസ്റ്റ് ആയിട്ട് വരുന്നു. അതായത് ആ കാണുന്ന സ്വപ്നത്തിലുള്ള ആ ഒരു മനുഷ്യനെ, ഈ പെങ്കൊച്ചിനെ ഏത് നേരം കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു മനുഷ്യൻ അവരുടെ വീട്ടിലേക്ക് എന്താ പറയുക, ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ട് വരികയും പിന്നീട് ആ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയും, പക്ഷേ അതിലിടക്കുള്ളൊരു അടിപൊളി ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് ട്വിസ്റ്റും കൂടിയുള്ള ഒരു അടിപൊളി വെബ് സീരീസ് ആണ് റോസ്ലിൻ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. ഇത് നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നുള്ള അറിയില്ല. എന്തായാലും ഉറപ്പായിട്ട് കാണേണ്ടൊക്കെ ഒരു 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 അടിപൊളി ഒരു ഐറ്റം സാധനം തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറയാൻ പോകുന്ന വെബ് സീരീസിന്റെ പേര് കേരള ക്രൈം ഫയൽ. ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ലോഡ്ജ് മുറി ഒരു കൊലപാതകം നടക്കുന്നുണ്ട്, ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം. അപ്പോൾ ആ കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ ആ കൊലപാതകം ചെയ്ത ആളെ കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂവോ തെളിവോ ഒന്നുമില്ലാതെ പെട്ടിരിക്കുന്ന പോലീസുകാർ, അവര് എങ്ങനെയാണ് ഈ കൊലയാളിയെ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇവർ ഈ കൊലയാളിയെ കണ്ടെത്തും എന്നുള്ള ഒരു പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഈ ക്രൈം, അതായത് കേരള ക്രൈം ഫയൽ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു തമിഴാണ്. തമിഴ് ഒരു വെബ് സീരീസ് ആണ്. ഇതിന്റെ പേര് ഇരുധ്രുവം എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ അതിലെ ഒരു കഥാപാത്രത്തിന്റെ ഭാര്യയെ കാണാതാവും. അതിനുശേഷം ആ നഗരത്തിൽ വിചിത്രമായ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു ഭാര്യയെ കാണാതായതിനു ശേഷം കുറെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു കൊലപാതകം അന്വേഷിക്കുന്ന പോലീസിന് കൊടുക്കുന്ന ഒരു ക്ലൂ ആയിരുന്നു. അതായത് ഓരോ കൊലപാതകങ്ങളും ആ അന്വേഷണത്തിനെ എന്താ പറയാ, ആ ഒരു അന്വേഷണത്തിലോട്ടുള്ള ഒരു ക്ലൂ കൊടുക്കുകയാണ് ഈ ഒരു കൊല ചെയ്യുന്ന ആള്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഗെയിമാണ്, അതായത് ഈ കൊലയാളിയും ആ പോലീസുകാരും തമ്മിലുള്ള ഒരു ഗെയിമിങ്ങിന്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ ആയിട്ടുള്ള ഒരു സൈക്കോ ത്രില്ലർ ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ഇരുധ്രുവം എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. പിന്നീട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അയലി എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ആണ്. തമിഴ് തന്നെയാണ് കേട്ടോ ഈ വെബ് സീരീസ്. ഇതായത് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു നാട്. അതായത് ഇത്ര വയസ്സ് എന്നില്ല, ആ കൊച്ചു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു നാട്. അപ്പോൾ അവിടെ ഉള്ള ഒരു 15 വയസ്സായ ഒരു പെൺകൊച്ച്, ആ പെൺകൊച്ചിനാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറൊക്കെ ആവണം എന്നുള്ളൊരു വലിയ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അവിടെയുള്ള ഈ അന്ധമായിട്ടുള്ള ആചാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും അതായത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് അയലി എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. പിന്നെ പറയാൻ വേണ്ടി പോകുന്നത് സുഴൽ. ഇതും ഒരു തമിഴ് വെബ് സീരീസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹിൽ സ്റ്റേഷൻ, അതായത് ഒരു ചെറിയ ഹിൽ സ്റ്റേഷനിൽ നടക്കുന്ന വൻ കൊല, അതായത് ഒരു വലിയൊരു കൊലപാതകം നടക്കുന്നുണ്ട് ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ. അതിനിടയിൽ കാണാതാകുന്ന ഒരു പെൺകുട്ടി. ഇതെല്ലാം അന്വേഷിക്കാൻ ഇറങ്ങുന്ന പോലീസുകാർ ചെന്നപ്പെടുന്ന ചതിക്കുഴിയിലേക്കാണ് എന്നുള്ളതാണ്. അതായത് ആ ഒരു ഹിൽ സ്റ്റേഷനിൽ നടക്കുന്ന ഒരു കൊലപാതകം, ആ ഒരു സമയത്ത് അവിടെ ഒരു മിസ്സാവുന്ന ഒരു പെങ്കൊച്ച്, ഇതിനെല്ലാം അന്വേഷിച്ച് ചെല്ലുന്നത് ഒരു പക്ക ഒരു ഒരു ഫ്ലോട്ട്, അതായത് ഒരു പ്രശ്നത്തിലേക്കാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പക്ക തമിഴ് മിസ്റ്ററി ത്രില്ലർ ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് സുഴൽ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. അതിനുശേഷം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞാൽ പാവക്കഥകൾ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ആണ്. ഇത് എന്ന് പറഞ്ഞാൽ പ്രണയം പാപമാക്കുന്ന ഒരു ഇടം, അതായത് പ്രണയിക്കുന്ന ഒരു എന്താ പാപം ചെയ്ത ആൾക്കാരാണെന്ന് പറയുന്ന ഒരു സ്ഥലം, മാനം കാക്കാൻ സ്വന്തം ചോരയെ വരെ തള്ളിപ്പറയുന്ന മനുഷ്യന്മാർ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച 4 സംവിധായകർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക, പലയിടത്തും നടക്കുന്ന ക്രൂരതകളെ വെളിച്ചത്തിൽ കാണിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് പാവക്കഥകൾ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് വിലങ്ങ് എന്ന് പറയുന്ന ഒരു തമിഴ് വെബ് സീരീസ് തന്നെയാണ്. അതായത് കാട്ടിൽ ഒരു തലയില്ലാത്തൊരു മൃതദേഹം കണ്ടെത്തുന്നുണ്ട്. ആ മൃതദേഹം അല്ലെങ്കിൽ ആ ഒരു കൊലപാതകം ചെയ്തിട്ടുള്ള ആളെ
കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അയാൾ ഒരു പാവപ്പെട്ട ഒരു അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടല്ല കാണിക്കുന്നത്. പക്ഷേ ആ കൊലക്ക് പിന്നിലെ സൈക്കോ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്ന ഒരു കിടുക്കാച്ചി എന്താ പറയുക, ഒരു കിടുക്കാച്ചി സൈക്കോ ത്രില്ലർ ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് വിലങ്ങ് എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. പിന്നീട് ഞാൻ പറയാൻ പോകുന്നത് വാതാടി എന്ന് പറയുന്ന ഒരു തമിഴ് വെബ് സീരീസ് തന്നെയാണ്. ഈ ഒരു വെബ് സീരീസിന്റെ കഥ എന്ന് പറഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി, അതായത് ഒരു മാലാഖ പോലത്തെ ഒരു പെൺകുച്ച് മരണപ്പെടുന്നു, അത് കൊല ചെയ്യപ്പെടുന്നു. ആ കൊലയ്ക്ക് ശേഷം അവിടെയുള്ള നാട്ടുകാരും മാധ്യമങ്ങളും എല്ലാം ഈ പെൺകുട്ടിയെ ഒരു മോശപ്പെട്ട പെൺകുട്ടിയാണ് എന്നുള്ള രീതിയിലോട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പൊ ഈ ചിത്രീകരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ കൊല ചെയ്ത ആള് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ ആ രക്ഷപ്പെടാൻ നോക്കുന്ന ആ കൊലയാളിയെ പോലീസുകാര് കണ്ടുപിടിക്കുന്ന ഒരു ത്രില്ലറായിട്ടുള്ള ഒരു ഐറ്റം സാധനമാണ് വാതാടി എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. അടുത്തത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ദ ഹണ്ട് ഫോർ വീരപ്പൻ. ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വീരപ്പൻ്റെ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, നല്ല രസമുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് കാടുകളിൽ സാമ്രാജ്യം സൃഷ്ടിച്ച വീരപ്പൻ്റെ കഥയാണ് ഇതിലെ വെബ് സീരീസിൽ പറയുന്നത്. ആ വീരപ്പനെ പിടിക്കാൻ വേണ്ടിയിട്ട് സർക്കാരും അവരുടെ പോലീസും നടത്തുന്ന തെരച്ചിലും അതിലിടക്കുണ്ടാകുന്ന ഒരുപാട് കൊലപാതകങ്ങളും എന്താ പറയണ്ടേ, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച റിയൽ ആയിട്ടുള്ള ഒരു ക്രൈം സീരീസ് ആണ് ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. ഇനി ലാസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞാൽ ക്യൂൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ആണ്. ഇതെല്ലാം തമിഴ് വെബ് സീരീസ് ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ ജയലളിത ഇല്ലേ, ജയലളിതയുടെ ഒരു ജീവിതമായിട്ട് ഒരു പ്രചോദനം തരുന്ന ഒരു വെബ് സീരീസ് ആണ് ക്യൂൻ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. അതായത് എന്താ പറയുക, സിനിമാ ലോകത്ത് നിന്നും സിനിമയുടെ ആ ഒരു ഗ്ലാമർ വേഷത്തിൽ നിന്നും രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ പോരാട്ടമായിട്ടാണ് ഈ ഒരു ക്യൂൻ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ജയലളിതയുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ഈ ഒരു ക്യൂൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത്രയും വെബ് സീരീസിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും വെബ് സീരീസ് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണം. നിങ്ങൾ എത്ര ആൾക്കാർ ഈ വെബ് സീരീസ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട വെബ് സീരീസിൽ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും, ഇനി നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും വെബ് സീരീസ് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.